നമസ്കാരം. ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് ഒരു ഹോം ടൂറാണ്. കാക്കനാടിനടുത്ത് ആരും കൊതിക്കുന്ന ഒരു വില്ല പ്രോജക്റ്റിൽ മനോഹരമായ ഒരു വീട്. ഈ കാണുന്ന വീട് പോലെ 5 വീടുകൾ വിൽപ്പനയ്ക്കുണ്ട്. നിങ്ങൾക്കത് സ്വന്തമാക്കാനുള്ള ഒരു അവസരവുമാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു ഗേറ്റഡ് കോളനിയാണ്. വലിയ വീതിയുള്ള 20 അടി വീതിയുള്ള റോഡ് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഗേറ്റുകളില്ലാത്ത ഒരു സെക്യൂരിറ്റി ഉള്ള ഒരു വില്ല പ്രോജക്റ്റാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ കോർട്ട്യാർഡ് കാണാം. പുല്ല് വിരിച്ച് മനോഹരമാക്കിയ കോർട്ട്യാർഡിൽ നിന്ന് നിങ്ങൾ പോർച്ചിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ പോർച്ചിലും കോർട്ട്യാർഡിലും കൂടി ഒരു 4 കാറുകൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ അഡീഷണൽ പാർക്കിങ് വീതിയുള്ള റോഡിലും സാധ്യമാണ്. പോർച്ച് കയറി നിങ്ങൾ വരുന്നത് ഒരു വരാന്തയിലേക്കാണ്. ഒരു ഓപ്പൺ വരാന്തയിൽ നിന്ന് കയറുന്നത് ഡ്രോയിങ് റൂമിലേക്കാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നല്ല ഒരു ഡ്രോയിങ് റൂമാണ്. ഈ ഡ്രോയിങ് റൂമിൽ 5 പേർക്ക് ഇരിക്കാവുന്ന ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സോഫയിലിരുന്ന് ഒരു ഷോക്കേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിൽ എത്ര വലിപ്പമുള്ള TV-യും പ്ലേസ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ സീലിങ്ങുകൾ വളരെ നന്നായിട്ടാണ് ഡിസൈൻ ചെയ്ത് പണിതിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡൈനിങ് റൂമിലേക്കാണ് പ്രവേശിക്കുന്നത്. ഡൈനിങ് റൂം വളരെ സ്പേഷ്യസ് ആണ്. ഡൈനിങ് റൂമിൻ്റെ ഒരു വശത്ത് സ്റ്റെയർകേസിൻ്റെ അടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വാഷ് ബേസിൻ കൗണ്ടർ, പിന്നെ ഡൈനിങ് റൂമിൻ്റെ ഒരു സൈഡ് ഒരു ഷോക്കേസ് വളരെ കലാപരമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് റൂമിൻ്റെ ഒരു സൈഡ് നമ്മൾ കാണുന്നത് ഓപ്പൺ കിച്ചണാണ്. ഓപ്പൺ കിച്ചൺ വളരെ സൂപ്പറായി ഡിസൈൻ ചെയ്ത് പണിതിട്ടുണ്ട്. നോക്ക്, 2 സൈഡ് ബോട്ടം ക്യാബിനറ്റ്, അതുപോലെ തന്നെ ബോട്ടം ക്യാബിനറ്റിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ടോപ്പ് ക്യാബിനറ്റ് ഉണ്ട്. ഇതെല്ലാം പ്രൊഫൈൽ ഹാൻഡിൽ ഉപയോഗിച്ച് ഡ്രോകൾ സെറ്റ് ചെയ്ത് സൂപ്പറാക്കി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വളരെ എസ്തെറ്റിക്സിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ പ്രൊഫഷണലായിട്ടാണ് ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഏറ്റവും യൂസർ ഫ്രണ്ട്ലിയാണ്. മാക്സിമം ഡ്രോ സ്പേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് മെച്ചം. മാക്സിമം സ്റ്റോറേജ് സ്പേസ് കിട്ടത്തക്ക രീതിയിൽ ഡ്രോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന ഷെൽഫുകളും അതുപോലെ സ്പേഷ്യസ് ആയി ഡിസൈൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. കൗണ്ടറിൻ്റെ ടോപ്പ് ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ്, വൈറ്റ് കളർ, അത് ഒരു സൂപ്പർ ലുക്കാണ്. ഈ കൗണ്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൗണ്ടറിനും ടോപ്പ് ക്യാബിനറ്റിനും ഇടയിലുള്ള ടൈല്, അതിൻ്റെ ബ്യൂട്ടി വേറൊരു ലെവലാണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിങ്ക്, അവിടെ ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹോബ് ജനലിൻ്റെ സൈഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് ചിമ്മിണി പ്രൊവൈഡ് ചെയ്യത്തക്ക രീതിയിൽ. ഹോബിൻ്റെ അടിയിൽ ഡ്രോകൾ കൊടുത്തിരിക്കുന്നത് എപ്പോഴും യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ ഗ്യാസ് സിലിണ്ടർ ഔട്ട്സൈഡ് വയ്ക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു വർക്ക് ഏരിയയാണ്, ലോങ് വർക്ക് ഏരിയ. അത് L ഷേപ്പിൽ സ്ലാബ്, അതിൻ്റെ അടിയിൽ ക്യാബിനറ്റ്, ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് സ്ലാബിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിയിലെ ക്യാബിനറ്റ് വളരെ
നന്നായി ഡിസൈൻ ചെയ്ത് മൈക്ക ലാമിനേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കിച്ചണിലെ സിങ്ക് പോലെ തന്നെ യൂസബിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ അറേഞ്ച്മെൻ്റ് ഉള്ള ഒരു സിങ്ക് ഇതിലുണ്ട്. അതുപോലെ ടോപ്പ് ക്യാബിനറ്റും ഈ ബോട്ടം ക്യാബിനറ്റിൻ്റെ പകുതി ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ ഒരിക്കലും കിച്ചൺ സ്റ്റോറേജിന് ഷോർട്ടേജ് വരില്ല എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കോർട്ട്യാർഡ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂം ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ്, വളരെ സ്പേഷ്യസ് ആണ്. 310 സെൻറ്റിമീറ്റർ വീതിയും 520 സെൻറ്റിമീറ്റർ നീളവും ഉള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ലോങ് സൈഡ് ബെഡ്, ഏത് സൈസ് ബെഡ് ഇടുന്നതിനുള്ള സൗകര്യം, 2 സൈഡ് ഫുൾ ജനല് ഗ്രില്ല് കൊടുത്ത് അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ UPVC ജനലുകളാണ്, സ്ലൈഡിംഗ് ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് ബെഡും 2 സൈഡ് ജനലും 1 സൈഡ് ഫുൾ അലമാരിയും പണിയത്തക്ക രീതിയിലാണ് ഈ ബെഡ്റൂമിൻ്റെ ഡിസൈൻ. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ടോയ്ലറ്റിലേക്കാണ്. ടോയ്ലറ്റ് വളരെ സയൻറ്റിഫിക്കായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇത് ആദ്യം കാണുന്ന വാഷ് ബേസിൻ, പിന്നെ ക്ലോസറ്റ്, പിന്നെ ഷവർ ഏരിയ. ഈ ഷവർ ഏരിയ എല്ലാം ജാക്വാറിൻ്റെ ഡൈവേർട്ടർ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷവറും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഷവറുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ, ഈ ഷവർ ഏരിയയിൽ ഒരു ഡാർക്ക് ടൈൽ കോമ്പിനേഷനും ബാക്കി എല്ലായിടത്തും ഇറ്റാലിയൻ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാർബിളിൻ്റെ ലുക്കുള്ള വളരെ സൈസുള്ള വിട്രിഫൈഡ് ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ടോയ്ലറ്റിന് 5 അടി വീതിയും 9 അടി നീളവുമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്റ്റെയർകേസ് ആണ്. സ്റ്റെയർകേസ് നമ്മൾ ചവിട്ടുന്ന ഭാഗത്ത് ബ്ലാക്ക് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വെർട്ടിക്കൽ പോർഷൻ അല്ലെങ്കിൽ റൈസ് എന്ന് പറയുന്നിടത്ത് ഇറ്റാലിയൻ ലുക്കുള്ള വിട്രിഫൈഡ് ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെയർകേസ് കയറി പോകുന്നതിൻ്റെ അനുസരിച്ച് പല ലെവലിൽ ജനൽ കൊടുത്ത് ഡൈനിങ് റൂമിലേക്കുള്ള വെന്റിലേഷൻ ഗ്യാരണ്ടി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹാൻഡ് റെയില്, സ്റ്റെയർകേസിൻ്റെ വിഡ്ത്ത് ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ ആണ് ഈ ഹാൻഡ് റെയില് സ്റ്റെയർകേസിൻ്റെ പുറത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. മിക്കവാറും ആളുകൾ സ്റ്റെയർകേസ് പണിതിട്ട് ഹാൻഡ് റെയിൽ പണിയുമ്പോൾ അതിൻ്റെ ഒരു 4 ഇഞ്ച് മുതൽ 6 ഇഞ്ച് വരെ വിഡ്ത്തിൽ നഷ്ടം സംഭവിക്കാറുണ്ട് ഹാൻഡ് റെയിൽ കൊടുക്കുമ്പോൾ. ഇത് ഹാൻഡ് റെയില് പുറത്തേക്ക് കൊടുത്തിരിക്കുന്നുണ്ട്. ഫുൾ സൈസ് സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് യൂസ്ഫുൾ ആണ്. ഇത് ടോപ്പ് മരം കൊടുത്തിട്ട് ഫുൾ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഗ്ലാസ് കൊടുത്ത് ടോപ്പ് മരം കൊടുക്കുന്നത് വളരെ കോസ്റ്റ്ലി വർക്കാണ്. അതുപോലെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വർക്കാണ്. പക്ഷേ അതിൻ്റെ ഷോ സൂപ്പറാണ്. സ്റ്റെയർകേസ് കയറി ചെന്ന് വളരെ വിശാലമായ ഒരു ലിവിങ് ഏരിയ ആണ് 2ാം നിലയിൽ നമ്മൾ കാണുന്നത്. ഇതിന് 12 അടി വീതിയും 15 അടി നീളവുമുണ്ട്. അതുകൊണ്ട് ഇത് വളരെ വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. ഒരു ഫാമിലി സെറ്റിംഗ് ആയിട്ട് എത്ര പേർക്ക് വേണമെങ്കിലും ഇരിക്കത്തക്ക സ്പേസ് ഇതിലുണ്ട്. ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക്
ഒരു സിറ്റ് ഔട്ടിലേക്ക് പ്രവേശിക്കാം. ആ സിറ്റ് ഔട്ടും കവേർഡ് സിറ്റ് ഔട്ട് വളരെ സ്പേഷ്യസ് ആണ്. കവേർഡ് സിറ്റ് ഔട്ടിൻ്റെ തുടർച്ചയായി ഒരു ഓപ്പൺ ടെറസുണ്ട്. ആ ഓപ്പൺ ടെറസ് അതുപോലെ തന്നെ കവേർഡ് സിറ്റ് ഔട്ട് ഫുൾ ഗ്ലാസ് ഹാൻഡ് റെയിൽ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു, വളരെ സേഫ്റ്റി ആക്കിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടാം നിലയിൽ ഒരു ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ബെഡ്റൂമിന് 10.5 അടി വീതിയും 15 അടി നീളവുമുണ്ട്. താഴത്തെ ബെഡ്റൂം പോലെ തന്നെ 2 സൈഡ് ജനലും ഒരു സൈഡ് ബെഡും ഒരു സൈഡ് ഫുൾ അലമാരിയും കൊടുക്കത്തക്ക രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ടോയ്ലറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ടോയ്ലറ്റ് 5 അടി വീതിയും 10 അടി നീളവും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെയും ആദ്യം ഒരു വാഷ് ബേസിൻ, പിന്നെ ഒരു സിറായുടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ക്ലോസറ്റ്, പിന്നെ ഷവർ ഏരിയ എല്ലാം ഡൈവേർട്ടറിൽ ഹോട്ട് ആൻഡ് കോൾഡ് ഒറ്റ ടാപ്പിൽ തന്നെ ലഭിക്കുന്ന രീതിയിൽ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഷവറും കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ടൈല്, ഫ്ലോറും വാളും നല്ല മാച്ചിങ് ആണ്. അതിൻ്റെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി അത് വേറൊരു ലെവലിലാണ്. ഇനി നമ്മൾ അടുത്ത ഒരു ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. 2 സൈഡ് ജനലുണ്ട്, ഒരു സൈഡ് ഫുൾ അലമാരിക്കുള്ള പ്രൊവിഷനാണ്. ഇത് 5 മീറ്റർ കൂടുതൽ നീളവും 310 സെന്റിമീറ്റർ വീതി ഉള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിൻ്റെ ടോയ്ലറ്റ് വേറൊരു കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഏറ്റവും ആർക്കിടെക്ചറൽ ആയ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വാളുകൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിൽ ബെറ്ററായിട്ട് നമുക്ക് ആ കളർ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഫ്ലോറ് വാളിന് മാച്ച് ചെയ്യാത്ത രീതിയിൽ ഇതിൻ്റെ ഡോറിൻ്റെ ഒരു സൈഡ് ക്ലോസറ്റും ഡോറിൻ്റെ ഓപ്പോസിറ്റ് വാഷ് ബേസിനും ഡോറിൻ്റെ ഒരു സൈഡ് ഫുൾ ഷവർ ഏരിയയുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അടുത്ത ബെഡ്റൂമിലാണ്. ഈ ബെഡ്റൂം ഒരു സ്ക്വയർ ഷേപ്പാണ്. ഇത് അതുപോലെ തന്നെ മറ്റൊരു ടോയ്ലറ്റുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഈ ടോയ്ലറ്റിൻ്റെ ഡിസൈൻ വേറൊരു കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ടോയ്ലറ്റും ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ സ്കീമിലും കോമ്പിനേഷനിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു ഓപ്പൺ ടെറസിലേക്കാണ്. ഈ ഓപ്പൺ ടെറസിൽ നിന്ന് 3-ാം നില ടെറസിലേക്ക് കയറുന്നതിന് വളരെ കംഫർട്ടബിളും യൂസർ ഫ്രണ്ട്ലിയുമായിട്ടുള്ള സ്റ്റെയർകേസ് നല്ല ഹാൻഡിൽ കൊടുത്ത് വളരെ സേഫായി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 3-ാം നില ടെറസ് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ 3-ാം നില ടെറസിലാണ് നിൽക്കുന്നത്. ഈ ടെറസിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ വളരെ മനോഹരമാണ്. ഈ ടെറസിൽ ഉയരത്തിലൊരു വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്ടർ ടാങ്ക് ഉയരത്തിൽ കൊടുക്കുന്നത് 2-ാം നിലയിലും എപ്പോഴും ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ റൂഫ് നോക്കുക, ഷിംഗിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഷിംഗിൾസ് ആണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള റൂഫിംഗ് മെറ്റീരിയൽ. ഈ ഓപ്പൺ ടെറസ് ഭാവിയിൽ കവർ ചെയ്തെടുത്താൽ വളരെ ഒരു സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് നമുക്ക് ലഭിക്കും. തുണി ഉണങ്ങുന്നതിന് ഒക്കെ വളരെ സൗകര്യമാണ്. സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിന് ഒക്കെ വളരെ കംഫർട്ടബിളാണ്. ഈ ടെറസിൽ നിന്ന് നോക്കിയാൽ നമുക്ക് വണ്ടർല അല്ലെങ്കിൽ നേരത്തെ വീഗാലാൻഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അമ്യൂസ്മെന്റ് പാർക്ക് ദർശിക്കാവുന്നതാണ്. ഈ വീട് സ്വന്തമാക്കണമെന്നുള്ളവർക്ക് വളരെ പ്രൈസ് അഡ്വാൻറ്റേജിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മെച്ചം. ഒരു ഫ്ലാറ്റ് ഒക്കെ വാങ്ങിക്കുന്നതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത്
ലൈഫ് ലോങ് അസറ്റാണ്. ഫ്ലാറ്റും വീടും തമ്മിലുള്ള വ്യത്യാസം, ഫ്ലാറ്റിൻ്റെ ലൈഫ് സ്പാനിനേക്കാളും വളരെയധികം കൂടുതൽ, 1 നൂറ്റാണ്ട് ഇതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. ലാൻഡ് വാല്യൂ എന്നും കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയുടെ വിലയും കൂടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ പ്രൈസും മറ്റ് ഡീറ്റെയിൽസും അറിയണമെന്നുള്ളവർ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു.